ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മകരമാസം 6-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 19-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്, നക്ഷത്രം ചിത്തിരയാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിരവധി പേരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പ്രിയപ്പെട്ട ശർമാജി, നെയ്യാറ്റിൻകരയിൽ നിന്നും സജയ് കുമാർ ആണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 5/6/1988 ആണ്. ജനനസമയം 8:50-നും 9-നും ഇടയിലാണ്. എൻ്റെ വിഷയം എന്ത് ചെയ്താലും അത് പരാജയപ്പെടുകയാണ്. സാമ്പത്തികമാണെങ്കിൽ വരുമാനത്തിലേറെ ചിലവും. എനിക്ക് 28 വയസ്സായി. വിവാഹവും നോക്കി തുടങ്ങിയില്ല. ഇത് വായിച്ച് ശർമാജി ഇതിന് മറുപടി നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് സജയ് കുമാർ, നക്ഷത്രം തിരുവോണം, ഗ്രഹനില കൊടുത്തിട്ടുണ്ട്. പല എപ്പിസോഡുകളിലായി, പല കത്തുകളിലായി, വർഷങ്ങളായി കത്തുകൾ വരികയും അല്ലെങ്കിൽ കത്തുകൾക്ക് മറുപടിയിലായിട്ട് പറയാറുള്ളതാണ്, ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത്, അതായത് 9-ാം ഭാവം, അത് ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നതാണ്. അതായത് ലഗ്നത്തിൽ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങളോ പാപഗ്രഹ സാന്നിധ്യമോ പാപഗ്രഹ ബന്ധങ്ങളോ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് രശ്മിബലം ഇല്ലാതെ മൗഢ്യതയിൽ നിൽക്കുകയോ ചെയ്താൽ അങ്ങനെ ഉള്ളവർക്ക് കഴിവിനും യോഗ്യതയ്ക്കും അർഹതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും അനുസരിച്ചുള്ള ജീവിത നേട്ടം, ജീവിതാഭിവൃദ്ധി, അതുപോലെ സമ്പാദ്യാദികൾ, തൊഴിൽ പുഷ്ടി, യഥാസമയത്ത് നടക്കേണ്ട വിവാഹം, സന്താനം, അതുപോലെ വസ്തു, ഗൃഹം പണിയാൻ, അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ, മേൽഗതിക്ക്, അതുപോലെ തന്നെ ആഗ്രഹ സബലീകരണം സാധിച്ചെടുക്കുന്നതിന്, വാക്കുകൾ പാലിക്കുന്നതിന്, അതുപോലെ സമൂഹത്തിൽ സ്ഥാനമാനാദികൾക്ക് എന്തിനും ഏതിനും ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന അതിനൊരു മങ്ങൽ, ഒരു തടസ്സം, ഒരു പ്രാരംഭ വിഘ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള വിശേഷ ലക്ഷണം ജ്യോതിഷത്തിലെ ആചാര്യന്മാർ പറയുന്നു. ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. എന്നാൽ അത് എക്കാലവും അങ്ങനെ തന്നെ പോകണം എന്നില്ല. കുറച്ച് കാലഘട്ടം അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഭാഗ്യചക്രങ്ങൾ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും കണ്ടുവരുന്നത് 1-2 പ്രാവശ്യങ്ങൾ പലതിനായിട്ട് എടുത്തു ചാടി അല്ലെ എല്ലാം നിരാശപ്പെട്ടിട്ട് പിന്നെ ജീവിതത്തിന് സ്വമേധയാ അവർക്ക് അവരുടെ കഴിവുകൾ അവർ അസ്തമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിവുള്ളവരാണെങ്കിൽ പോലും മേഖലകളെല്ലാം അവർ പരിശ്രമിച്ചിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ നിരാശരായിട്ട് പിന്തിരിയുകയാണ് ചെയ്യുന്നത്. 7 പ്രാവശ്യം വരെ ഉത്സാഹിച്ച് 7-ാം പക്കം ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ചരിത്രങ്ങൾ നമുക്ക് കഥകളിലൂടെ ഉണ്ട്. 8 കാലി ചാടി 6 പ്രാവശ്യം ചാടി 7-ാമത്തെ വട്ടം ലക്ഷ്യപ്രാപ്തി. അപ്പോൾ സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാം എന്നും അതിൻ്റെ നവാംശകം, അതിനെ 9-ആയി ഭാഗിച്ച ഈ നവാംശകത്തിൽ സൂചനയുണ്ട്. കാരണം അവിടെ പാപഗ്രഹങ്ങളോടൊപ്പം ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇവരോ അവരുടെ മക്കളാലോ അവരുടെ ഭാര്യയാലോ, സ്ത്രീകൾക്കാണ് ഭർത്താവിനാലോ അല്ലെ മറ്റാരെങ്കിലും സഹപ്രവർത്തകരാലോ ഇവർക്ക് വേണ്ടി ഉത്സാഹിച്ചിട്ട് അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുക. ഇവിടെ ഇദ്ദേഹത്തിന് നെയ്യാറ്റിൻകരയെന്ന് സജയ് കുമാറിന് ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത്, അതുപോലെ വിവാഹ ദാമ്പത്യകാരകൻ്റെയും ഭാഗ്യസ്ഥാനത്ത് കുജ സർപ്പയോഗമാണ്. 2 ഇരട്ട പാപങ്ങളാണ് കാണുന്നത്. അപ്പം സാധാരണ കവിഞ്ഞ തക്കവും തടസ്സവുമായി അപ്പാടെ അവസാനിപ്പാരെ എളുതല്ല കേൾക്കുന്നേ. ഏർപ്പെടും കാര്യങ്ങളിലോ ഏർപ്പെടുന്ന നിസ്സാരമായ കാര്യങ്ങളിൽ പോലും തർക്കം തടസ്സവുമായി അപ്പാടെ ഇതൊന്ന് അവസാനിപ്പാൻ എളുതല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. തീർന്നു കിട്ടാൻ ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീരുന്നില്ല. അത് ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ച് അത് പ്രശ്നങ്ങളാകുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തിനും ഒരു പ്രശ്നങ്ങൾ തുടക്കമിടാൻ ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുന്നവർക്ക് സാധിക്കും. അമിട്ട് പൊട്ടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെ മാരപ്പടക്കം പൊട്ടിക്കാനായിട്ട് സാധിക്കും. തീർക്കാൻ പറ്റത്തില്ല.
അപ്പം ഇങ്ങനെയുള്ളവരാണ് പ്രശ്നങ്ങൾ എടുത്തു ചാടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെടുത്ത് വലതുകാലിൽ വെക്കുമ്പം ഈ പ്രശ്നങ്ങളുണ്ടാവും. അതിന് കുജനെയും രാഹുവിനെയും പ്രീതിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അതിനുള്ള മാർഗം. ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും യഥാവിധി സുബ്രഹ്മണ്യനെയും രാഹു സർപ്പത്തെയും പ്രീതിപ്പിക്കുക. ധരണീഗർഭസംഭൂതം വിദ്യുൽക്കാഞ്ജന സന്നിഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്നത് ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പിക്കുന്ന, അതായത് മംഗൾ ഗ്രഹം ചൊവ്വാഗ്രഹത്തെ പ്രീതിപ്പിച്ചാലോ ഏറ്റവും മംഗളകാരകനാണ് ചൊവ്വ എന്നാണ്. പാപഗ്രഹമാണെങ്കിൽ പോലും അതിനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും മംഗളം കൊടുക്കുന്ന മറ്റൊരു ഗ്രഹമില്ല. അതുകൊണ്ടാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ അതിൻ്റെ ദൂഷ്യഫലങ്ങളോടൊപ്പം തന്നെ ഗുണഫലങ്ങൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ ചൊവ്വയും രാഹു എന്ന് പറയുന്ന വിഷവും കൂടെ നിൽക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സർപ്പപൂജാതി കർമ്മങ്ങളും, ചൊവ്വാഴ്ച ദിവസം ധരണീഗർഭസംഭൂതം വിദ്യുൽക്കാഞ്ജന സന്നിഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം, അതുപോലെ വെള്ളിയാഴ്ച ദിവസം അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം, സർപ്പത്തെയും പ്രീതിപ്പിക്കുന്ന ആ ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഒരു 5-8 ദിവസം ചൊല്ലുകയും അതിന് പറയുന്ന ആ അഘോര പൂജകളും സുബ്രഹ്മണ്യ കവചം എന്ന് പറയുന്ന സുബ്രഹ്മണ്യനെ പ്രീതിപ്പിക്കുന്നതായ കർമ്മങ്ങളും ചൊവ്വാപ്രീതികരങ്ങളായ സ്തോത്രങ്ങളുമൊക്കെ ഒരു 5-8 ദിവസം അതിൻ്റെ പൂജാവിധികളോ ഹോമവിധികളോ യന്ത്രധാരണങ്ങളോ അല്ലെങ്കിൽ ചെമ്പവിഴവും ഗോമേതകരത്വവും കൂടെ ധരിക്കുകയും അല്ലെങ്കിൽ ഇവയെല്ലാം കൂടെ ചെയ്ത് നോക്കുകയും പ്രത്യേകം ചൊവ്വ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ പറയുന്ന സ്തോത്രങ്ങളെ കൊണ്ട് ഉപവാസങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ നിഗമനത്തിൽ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുകയും രക്ഷപ്പെടാൻ തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല, അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മസിദ്ധി, വിവാഹം നടക്കുന്നത് മിക്കവാറും 2018 ജൂൺ മുതൽ 2019 ജൂണിനകത്തായിട്ടാണ് വിവാഹയോഗം. അതിന് മുൻപ് ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ് മീൽസ് വിളമ്പാനുള്ള ബെല്ല് വരുന്നത്. അതിന് 10 മണിയാകുമ്പോഴേ ഇലയൊക്കെ ഇട്ട് അല്ലെ പ്ലേറ്റും ഒക്കെ വെച്ച് ഊണായില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഒക്കുമോ? അതിൻ്റെ യഥാവിധി സമയം കൂടെ അടുത്ത് വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ആ വിവാഹവും നടന്നിരിക്കും. അതുപോലെ മംഗളകാരകനായിരിക്കുന്ന ചൊവ്വായ്ക്ക് ചൊവ്വാപ്രീതി വരുത്തുക. അതുപോലെ തന്നെ ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിന് രാഹുപ്രീതിയും വരുത്തുക. ഈ പറയുന്ന അഘോരഹോമവും സുബ്രഹ്മണ്യ കവച പൂജയും നടത്തി ചെമ്പവിഴരത്വവും ഗോമേതകരത്വവും യഥാവിധി ആ വിധിപ്രകാരം താന്ത്രിക വിധിപ്രകാരം ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം 3 മാസം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം